ഹേ എവ്രി വൺ, ഞങ്ങൾ ദിവാലി വെക്കേഷൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലൊക്കേഷൻ ഹംപി ആയിരുന്നേ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് ഹംപിയാണ്. രാവിലെ 5:30 എഴുന്നേറ്റിട്ട് ഞങ്ങൾ സൺറൈസ് കാണാൻ പോവാണ് ഗൈസ്. ഈ കയറിക്കൊണ്ടിരിക്കുന്നത് ഹേമകുട്ട ഹിൽസാണ്. അത്ര ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന ഒരു വഴിയൊന്നും ആയിരുന്നില്ല. കുറച്ച് ട്രക്കിംഗ് അഡ്വഞ്ചർ മൂഡായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സോ അതിന് പറ്റിയ ഒരു ഔട്ട്ഫിറ്റൊന്നും അല്ല ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ ഉരുണ്ട പാറകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ സയൻസ് പോലെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ടാണ് ഞങ്ങൾ കയറിക്കൊണ്ടിരുന്നത്. കയറി ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ അവിടെ ചെറിയൊരു ടെമ്പിൾ ഉണ്ടായി. ഇതാണ് ടെമ്പിളിനകത്ത് നല്ല വ്യൂ. ഇവിടെ ഒരു ഹോട്ട് എയർ ബലൂണൊക്കെ കണ്ടു. ഇപ്പോൾ അതിൻ്റെ സീസൺ അല്ല, അല്ലെങ്കിൽ ഇവിടെ ഇതേപോലെ തന്നെ ആക്ടിവിറ്റീസൊക്കെ നടക്കാറുണ്ടെന്നാണ് അറിഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞ ടെമ്പിൾ. അവിടെ ഒരു പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് മങ്കീസ് അതിലേക്കൂടെയൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഫോൺ സ്നാച്ച് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത്. ഇതാണ് കയറിയപ്പോൾ ഉള്ള വ്യൂ. ഐ ലവ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് വർത്ത് ദ എഫേർട്സ്. ഫോഗ് ആയതുകൊണ്ട് സൺ കുറച്ച് മുകളിലെത്തിയിട്ടാണ് വിസിബിൾ ആയത്. ബട്ട് സ്റ്റിൽ ഐ ലൈക്ഡ് ഇറ്റ്. ബട്ട് ആ ഒരു സൺറൈസിങ് മൊമെൻറ്റ് കാണാൻ പറ്റാത്തൊരു വിഷമത്തിൽ ഞങ്ങൾ നാളെയും കൂടെ വേറൊരു സ്ഥലത്ത് സൺറൈസ് കാണാൻ പോകാമെന്ന് ഡിസൈഡ് ചെയ്തു. ഇതാണ് അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ. ഇതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ഡേ ഹൈക്കിംഗ്. ഇത് അഞ്ജനാദ്രി ഹിൽസ് ആണ്. ഇവിടെ ആണെങ്കിൽ ലൈക്ക് മാൻ മെയ്ഡ് സ്റ്റെപ്സ് ഉണ്ട്. അതുകൊണ്ട് അത്ര ഡിഫിക്കൽട്ട് അല്ല. ബട്ട് സ്റ്റിൽ 600+ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ കയറി മുകളിൽ എത്തുക എന്നുള്ളതൊരു ടാസ്ക് തന്നെയായിരുന്നു. നിർത്തി പതുക്കെയാണ് ഞങ്ങളിത് കയറിയത്. ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നേ. ഹേമകുട്ട ഹിൽസ് ആണെങ്കിൽ ഇത്ര ക്രൗഡഡ് അല്ലായിരുന്നു. ബട്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ടായി. ഇതിൻ്റെ മുകളിലൊരു ടെമ്പിൾ മാതിരി ഉണ്ട്. അതുകൊണ്ടായിരിക്കണം ഇത്രയും ആൾക്കാർ. ഇവിടെ നല്ല രസമായിരുന്നു കാണാൻ. ഇതിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങളിങ്ങനെ ചുറ്റും നോക്കിയിട്ട് ഇന്നലെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഓരോ സ്ഥലങ്ങളിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹനുമാൻ ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ മങ്കീസ് ആയിരുന്നു. ഫുൾ മങ്കീസ്. എവിടെ നോക്കിയാലും മങ്കീസ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ സ്നാച്ച് ചെയ്ത് കൊണ്ടുപോയിട്ട് അതുകൊണ്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളവിടെ ഉള്ളപ്പോൾ തന്നെ ഒരാളുടെ സൺഗ്ലാസ് അതേപോലെ കൊണ്ടുപോയിട്ട് അതൊക്കെ ഇട്ട് നോക്കി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹംപിന്ന് എല്ലാ ഹിൽസിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ ഇതേപോലൊരു വ്യൂ ആണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. തുങ്കഭദ്ര കാണാം, കുറേ ഗ്രീനറി, വലിയ പാറകൾ. ഓൾമോസ്റ്റ് എല്ലായിടത്തും അങ്ങനൊരു വ്യൂ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ട്രക്കിംഗ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഫോർ മോർ. ബൈ.